നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അടുത്ത ആഴ്ച സ്വാതന്ത്ര്യ ദിനാഘോഷം നടക്കുകയാണ്. എന്താണ് ശരിയായ സ്വാതന്ത്ര്യം? ആരിൽ നിന്ന് എങ്ങനെ സ്വാതന്ത്ര്യം വേണം എന്ന് നാം സ്വയം ചിന്തിക്കേണ്ടുന്ന സമയം അതിക്രമിച്ചിരിക്കുന്നു. പണ്ട് വൈദേശിക ശക്തികളായിരുന്നു നമ്മെ ഭരിച്ചിരുന്നത്. അവരിൽ നിന്നുമുള്ള സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങൾ ആണ് നാം വർഷാവർഷം ആഘോഷിക്കുന്നത്. പോരാട്ടങ്ങൾ മാത്രമല്ല, അതിലൂടെ നേടിയ വിജയവുമാണ് സർവോപരി നാം ആഘോഷിക്കുന്നത്. മറ്റുള്ളവർ നമ്മുടെ മുകളിൽ നേടിയ ആധിപത്യം അവസാനിപ്പിക്കുന്നത് മാത്രമാണോ സ്വാതന്ത്ര്യം? അല്ലാതെ വല്ല സ്വാതന്ത്ര്യവുമുണ്ടോ? നാം സ്വയം നമ്മിൽ നിന്നും തന്നെ നേടേണ്ടുന്ന വല്ല തരത്തിലുമുള്ള സ്വാതന്ത്ര്യം വേറെയുണ്ടോ? സ്വാതന്ത്ര്യം എന്നത് മനസ്സിന്റെ ഒരു ചിന്താഗതി ആണെന്ന് ഞാൻ കരുതുന്നു. വൈദേശിക ശക്തികളിൽ നിന്നും നാം മോചനം നേടിയിട്ടും നാം ഇന്ന് പലതിനും അടിമകളാണ്. ഫോണ്, TV, കമ്പ്യൂട്ടർ ഇവയിലൂടെ കിട്ടുന്ന നവമാധ്യമ ലോകം, സോഷ്യൽ മീഡിയ ലോകം, ഇവയ്ക്കെല്ലാം നാം ഇന്ന് അടിമകളാണ്. ഇവയൊക്കെ ബാഹ്യമായ തലത്തിലുള്ള അടിമത്വമാണ്. ആന്തരികമായി പലതിലും നാം അടിമകളല്ലേ? നമ്മുടെ ഉള്ളിൽ ജനിക്കുന്ന ചിന്തകൾക്ക് നാം ഇന്നും അടിമകളല്ലേ? നമ്മുടെ ഉള്ളിൽ പൊട്ടിമുളയ്ക്കുന്ന ആശകൾക്ക് നാം ഇന്നും അടിമകളല്ലേ? ബാഹ്യമായ സ്വാതന്ത്ര്യത്തിൽ നിന്ന് മാത്രമല്ല, ആന്തരികമായ സ്വാതന്ത്ര്യവും നമുക്ക് വേണ്ടി. എങ്ങനെയാണ്? ഉത്തരമുണ്ട്, ചിന്തിച്ചു നോക്കാം. ഉത്തരം കിട്ടിയില്ലെങ്കിൽ എന്നെ ബന്ധപ്പെടാം. എനിക്കറിയുന്ന പോലെ ഞാൻ മറുപടി തരാം. നന്ദി, നമസ്കാരം.